ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സർ, ഞാൻ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ആ വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കണം, മിസ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഹാപ്പിയാകും എന്നുള്ള രീതിയിലും പറയാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അഥവാ ആ വ്യക്തിക്ക് നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഒരു 7 കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു വ്യക്തി വളരെയധികം ഡൗൺ ആയിരിക്കും മെൻ്റലി. കാരണം വിഷമമായിരിക്കും. മാത്രമല്ല, ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ടെക്സ്റ്റ് ചെയ്യും, കോൾ ചെയ്യും. അങ്ങനെ മൈൻഡ് ടോട്ടലി കൺട്രോളിലല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1, പാർട്ട് 2, സെൽഫ് ലവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സെൽഫ് ലവ് ആക്ടിവിറ്റീസൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുകയും നമ്മൾ മെൻ്റലി ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ എക്സിനെ അട്രാക്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെക്ഷനുണ്ട്. അത് ഒരു 21 ഡേയ്സ് നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ ധാരാളം ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെൻ്റലി ഫിറ്റ് ആവാൻ പെട്ടെന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് സാധിക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ ആ എക്സിന് നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും പോസിബിളാണ്. അതുകൊണ്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോച്ചിങ് സെക്ഷനിലോട്ട് വരികയും നിങ്ങളുടെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് ഫിറ്റാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ ആ ഒരു കോച്ചിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്നുള്ളതാണ്. അഥവാ നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ തോന്നുന്നത് അതൊന്നും ചെയ്യാതിരിക്കുക. ഒരു റിവേഴ്സ് സൈക്കോളജിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് വിളിക്കാൻ തോന്നും, പക്ഷെ നമ്മൾ വിളിക്കരുത്. ടെക്സ്റ്റ് ചെയ്യാൻ തോന്നും, പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു റിവേഴ്സ് സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് കൂടുതൽ മിസ്സിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ അതുകൊണ്ട് നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അഥവാ എങ്ങനെ സാധാരണ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് സാഡായിട്ടുള്ള സോങ്സ് അല്ലെങ്കിൽ സാഡായിട്ടുള്ള സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെയാണ് ഇടാൻ ചാൻസ്. കാരണം ഞാൻ ദുഃഖത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് വരും അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസുകളും കാര്യങ്ങളൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫോട്ടോസ് എടുക്കുക, സെൽഫി എടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറായിരിക്കണം അവർ കാണേണ്ടതും. അത് കാണുന്നത് വഴി സ്വാഭാവികമായിട്ടും അയ്യോ, എനിക്ക് ആളുടെ പ്രസൻസ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു മിസ്സിങ് ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യൂസ് ദ പവർ ഓഫ് മിസ്റ്ററി എന്നുള്ളതാണ്. അഥവാ സ്വാഭാവികമായിട്ടും നമുക്കൊരുപാട് കോമൺ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ഇവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് നിങ്ങളെക്കുറിച്ച് ആ കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിക്കുന്ന സമയത്ത് അവർക്കൊന്നും തന്നെ റിപ്ലൈ കൊടുക്കാൻ സാധിക്കത്തില്ല. ഞങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല, അതല്ലെങ്കിൽ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, അവൾ ഭയങ്കര ബിസിയാണ്, അവൾ ഭയങ്കര ഹാപ്പിയാണ്, ബിസിയാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്, ബിസിയാണ് എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിന് എപ്പോഴും ഒരു മിസ്റ്ററി ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, എന്താണ്. എന്നാൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴോ ഫുൾ ഹാപ്പിയാണ്. അങ്ങനെ ഒരു മിസ്റ്ററി
പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി കൂടുതൽ മിസ്സിങ് ഫീല് അവരിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും പാട്ടുകളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ പാട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് അതിൻ്റെ റീൽ കട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഴയ മെമ്മറീസിലോട്ട് പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതവർ കേൾക്കുന്ന സമയത്ത് ആ ഒരു സംഭവം അവർക്ക് ഓർമ്മ വരും എന്നുള്ളതാണ്. സോ അങ്ങനെയും നമുക്ക് അവരെ മിസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ്, വർക്ക് ഓൺ യുവർ സെൽഫ് എന്ന് പറയുന്നത് ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക, പുതിയ പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റുകൾ, ഹോബീസൊക്കെ ഉണ്ടായിരിക്കില്ലേ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളോട് ഒരു വ്യക്തിക്ക് അട്രാക്ഷൻ തോന്നത്തുള്ളൂ, നമ്മളെ മിസ് ചെയ്യത്തുള്ളൂ, നമ്മുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നൊരു സ്റ്റെപ്പ് തന്നെയാണ്. അത് നിങ്ങൾ ട്രൂലി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു പവർ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, ഹോബീസ്, അതിലൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ട്രൂലി ഭയങ്കര ഹാപ്പി ആവാൻ പറ്റുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്ന കാര്യത്തിലായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ. അല്ലാതെ നമ്മൾ കുറച്ച് മദ്യപിക്കാം എന്നാൽ ഓക്കെ ആവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാം, അത് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ആവും എന്ന് പറയാതെ നല്ല നമുക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഉള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കുകയും ചില്ല് ചെയ്യുകയും ചെയ്യുക. എന്നാൽ നമുക്ക് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. മാത്രമല്ല അവർ നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കും, അവർ മിസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് അവിടെ കിട്ടുകയും ചെയ്യും. സോ ട്രൂലി ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. അപ്പോൾ അതിന് ഈ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, പേഴ്സണൽ കോച്ചിങ് എന്നുള്ളത്. അതിൽ കൊടുക്കുന്ന ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ട്രൂലി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനും പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു കോച്ചിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് വിളിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ലവ് മാസ്റ്ററി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമോ, പോസിബിൾ ആണോ എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിലോട്ട് വരിക, അത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ഒരു ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.